തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നത് ആശയക്കുഴപ്പത്തിന് വഴിതെളിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. പ്രവാസികൾക്ക് മാത്രമല്ല, രാജ്യത്തിന് അകത്തും പുറത്തും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കണം. ഇതിന് ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും എന്നുള്ള റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ കോടതിക്ക് നൽകണം. ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള സുപ്രീം കോടതി ബെഞ്ച് വിധിച്ചു. പ്രവാസികൾക്ക് എംബസികളിൽ വോട്ട് ചെയ്യാനാകുമോ, ഓൺലൈൻ വഴി വോട്ട് ചെയ്യാനാകുമോ തുടങ്ങി പല സാധ്യതകളും സുപ്രീം കോടതി അന്വേഷിച്ചിരുന്നു. എന്നാൽ ഓൺലൈൻ വോട്ട് അനുവദിക്കാനാവില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം വാദം കേൾക്കുന്നതിനിടെ രജിസ്റ്റർ ചെയ്ത 12,000 പ്രവാസികൾക്കെങ്കിലും തപാൽ മാർഗം വോട്ട് ചെയ്യാൻ അനുവാദം നൽകാനാകുമോ എന്നും സുപ്രീം കോടതി അന്വേഷിച്ചിരുന്നു. എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 20A വകുപ്പ് പ്രകാരം ഇത് അനുവദിക്കാനാവില്ല എന്ന സത്യവാങ്മൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് നൽകിയത്. പ്രവാസി ഇന്ത്യക്കാർക്ക് വോട്ടവകാശം ആവശ്യപ്പെട്ട് ഡോക്ടർ ശംഷീർ വയലിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മീഡിയ 1, ഡൽഹി.